ഫവാസെ, വെസ്റ്റ് ബംഗാളിൽ BJP അധികാരത്തിൽ വന്നതിന് പിന്നാലെ പ്രധാനപ്പെട്ട ഒരു വാർത്ത പുറത്തു വരുന്നത് SIRന്റെ ചുമതലയുണ്ടായിരുന്ന സുബ്രത ഗുപ്ത BJP മുഖ്യമന്ത്രിയായ ഈ പറയുന്ന BJP മുഖ്യമന്ത്രിയുടെ മുഖ്യ ഉപദേഷ്ടാവായിട്ട് ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരു മാറ്റത്തെ അല്ലെങ്കിൽ TVS അല്ലെങ്കിൽ TMC ഇടതുപക്ഷ സർക്കാരുകളുടെയൊക്കെ കാലത്ത് ഒരുപാട് ഭരണപരമായിട്ടുള്ള ഒരുപാട് വലിയ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള ആളാണ് സുബ്രത ഗുപ്ത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെസ്റ്റ് ബംഗാളിൻ്റെ ഒരു പൾസും കാര്യങ്ങളും വളരെ നന്നായിട്ട് അറിയാവുന്ന ഒരു ആൾ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരാൾ ഇപ്പോൾ BJP അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇപ്പോൾ ഇതിൽ വർക്ക് ചെയ്ത ഒരാളെന്നുള്ള നിലയിലും അതിൽ നിന്ന് വിരമിച്ച ശേഷം ഉടനെ തന്നെ ഇങ്ങനെയൊരു കയറ്റത്തിലേക്ക് വരുമ്പോൾ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ചെയ്ത പദവിയാണ്. IAS ഓഫീസറാണ്. അതുപോലെ തന്നെ SIRന്റെ ഒബ്സർവേഷൻ, അത് നിരീക്ഷകൻ കമ്മിറ്റിയിൽ പെട്ട ആളാണ്. അവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്തേണ്ട ആളാണ്. SIR നമുക്കറിയാം ഏറ്റവും കൂടുതൽ വിവാദം ഉണ്ടായ 2 സ്ഥലങ്ങൾ, ഒന്ന് അസാമാണ്, മറ്റൊന്ന് വെസ്റ്റ് ബംഗാളാണ്. കാരണം നുഴഞ്ഞുകയറ്റക്കാരെന്നുള്ള സമ്പ്രദായ പ്രശ്നങ്ങൾ, റോഹിംഗ്യൻ മുസ്ലിങ്ങളുടെ പ്രശ്നം, ബംഗാൾ മുസ്ലിങ്ങളെ കുടിയേറ്റ പ്രശ്നം, ഒരുപാട് തലത്തിലുള്ള മമതാ ബാനർജിയുടെ നല്ലൊരു വോട്ട് ശതമാനം ഇവരാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ വോട്ട് കട്ട് ചെയ്ത സ്ഥലം, ഏകദേശം 90 ലക്ഷം, 1 കോടിയുടെ അടുത്ത ആൾക്കാരെ വോട്ട് കട്ട് ചെയ്ത് അവിടെയാണ്. കോടതി നേരിട്ടിങ്ങാണ്ട് ഹെയർ ചെയ്യുന്ന പ്രശ്നങ്ങൾ നടക്കുന്നു അവിടെ. അപ്പം ഇതിനൊക്കെ നേതൃത്വം കൊടുത്ത ആളാണ് ഈ പറയപ്പെട്ട സുബ്രത ഗുപ്ത എന്ന് പറയുന്ന ആൾ. അപ്പം നമ്മളിവിടെ നോക്കിക്കണ്ടാലും ഇയാൾ ഈ പറഞ്ഞ പോലെ ഒരു പദവിയിൽ ഇരിക്കുന്ന ആളാണ് പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ മുഖ്യമന്ത്രിയുടെ ഉപദേഷ്ടാവായി മാറുന്നത്. അപ്പം BJP ഇവരും തമ്മിലൊരു ബന്ധം ഓൾറെഡി ഉണ്ടെന്നതിനർത്ഥം. കാരണം അയാൾ ചെയ്തതിനുള്ള ഒരു എന്താ പറയുക, ഒരു പ്രതിഫലം എന്നുള്ള രീതിയിലാണ് ഈ ഒരു സ്ഥാനക്കയറ്റം BJP കൊടുത്തിട്ടുള്ളത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഭവാനിപൂരിൽ മമതാ ബാനർജി തോറ്റത് 15,000 വോട്ടിനാണ്. അപ്പം അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 50,000 വോട്ടാണ് അവിടുന്ന് BJP അല്ല, ഈ പറഞ്ഞ പോലെ ഇലക്ഷൻ കമ്മീഷൻ കട്ട് ചെയ്തിട്ടുള്ളത്. ഇലക്ഷൻ കമ്മീഷൻ്റെ ആളാണ് ഈ പറഞ്ഞ പോലെ ഈ സുബ്രത ഗുപ്ത എന്ന് പറഞ്ഞ ആൾ. അപ്പം ഏകദേശം 50,000-ഓളം വോട്ടാണ് അവിടുന്ന് കട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഭവാനിപൂരിൽ മമതാ ബാനർജി തോൽക്കും ചെയ്തു. നമ്മൾ വേറൊരു കാര്യം നോക്കേണ്ടത് വെച്ചാൽ BJPയും അതേപോലെ തൃണമൂൽ കോൺഗ്രസും തമ്മിലുള്ള വോട്ട് ഷെയർ ആണ്. വലിയ വോട്ട് ഷെയർ വ്യത്യാസമൊന്നുമില്ല, ഏകദേശം 4% അടുത്തുള്ള വ്യത്യാസമേ ഉള്ളൂ. പിന്നെ ഇത് BJP ഇന്നോ ഇന്നലെ തുടങ്ങിയ പരിപാടിയൊന്നുമല്ല. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പല സുപ്രീം കോടതി ജഡ്ജിമാർ പോലും ഇതേ സമ്പ്രദായം ചെയ്തിട്ടുണ്ട്. കുറച്ച് ഉദാഹരണങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് എന്ന് പറഞ്ഞൊരു സുപ്രീം കോടതി ജഡ്ജി ഉണ്ടായിരുന്നു. 46ാമത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ഇദ്ദേഹം. 2019 നവംബറിൽ ഇയാൾ വിരമിക്കുന്നു. ഇയാൾ പ്രധാനപ്പെട്ട കുറച്ച് കേസുകളൊക്കെ എടുത്തത്, ഒന്ന് ഈ പറഞ്ഞ പോലെ റഫേലിൻ്റെ കേസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ട കേസുകളൊക്കെ ഇദ്ദേഹമായിരുന്നു ഇതിന് ഹിയറിംഗ് നടത്തിയതും അതുപോലെ ഉത്തരവിട്ടതൊക്കെ. അപ്പം ഈ ഒരു ഹിയറിംഗ് ഒക്കെ കേട്ടതിന് ശേഷം 2019 ഇദ്ദേഹം സ്ഥാനം കഴിഞ്ഞ് ഉടനെ BJPയിലോട്ട് ചേരുന്നു. 1 മാസം പോലും ആയിട്ടില്ല. സുപ്രീം കോടതി ജഡ്ജി വിരമിച്ച് 1 മാസം കഴിയുന്നതിന് മുമ്പേ BJPയിൽ ചേരുന്നു, നേരെ രാജ്യസഭ അംഗമാകുന്നു, രാജ്യസഭ നോമിനേറ്റ് ചെയ്ത് BJP ജയിപ്പിച്ചു വിടുന്നു. ഇതിന് മറ്റൊരു ഉദാഹരണമാണ്. ഇത് മാത്രമല്ല, സദാശിവൻ അറിയായിരിക്കും, നമ്മൾ കേരള ഗവർണറായിരുന്നു. അപ്പം 40ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നു ഇദ്ദേഹം. അപ്പം ഇദ്ദേഹം ഈ പറഞ്ഞ പോലെ 2014 വിരമിക്കുന്നു. വിരമിച്ച ഉടനെ തന്നെ കേരള ഗവർണറായിട്ട് BJP അയാളെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നു. ഇത് 2ാമത്തെ ഉദാഹരണം. മറ്റൊരു ഉദാഹരണമാണ് ജസ്റ്റിസ് അഭിജിത്ത് ഗണോപാധ്യ. അദ്ദേഹം ഈ പറഞ്ഞ പോലെ കൊൽക്കത്ത ഹൈക്കോടതിയിൽ ജഡ്ജായിരുന്നു. തൃണമൂൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട പല വിധികളും പുറപ്പെടുവിച്ച ആളാണ്. അപ്പം അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ തന്നെ 2024 റിട്ടയർ ആവുന്നു. അതിനുശേഷം BJP അവരുടെ ടിക്കറ്റിൽ ജയിപ്പിക്കുന്നു, MP ആകുന്നു. അപ്പം BJP ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. മുമ്പ് ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ഹൈറാർക്കിയിൽ നിൽക്കുന്ന MLA, ഈ കളക്ടർമാരായിക്കോട്ടെ അല്ലെങ്കിൽ കോടതിയിലെ ആൾക്കാരായിക്കോട്ടെ, എല്ലാവരെയും മുൻകൂട്ടി ഇവർ ഇത് ഈ പറഞ്ഞ പോലെ ഞാൻ കോടതി പർച്ചേസ് ചെയ്യും. അതെ, കോടതിക്കെതിരായിട്ട് പറയല്ല, പക്ഷേ ഈ പറഞ്ഞ പോലെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് വെസ്റ്റ് ബംഗാളിൽ നടന്നതും ഇതേ സംഭവം മാത്രമാണ്. മുൻകൂട്ടി ഇവർ പറഞ്ഞ് സെറ്റാക്കി വെച്ച ഒരു സാധനം തിരക്കഥയാണ്. അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഇവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ചെയ്തു കൊടുക്കുന്നു. അതിനുശേഷം ജയിച്ചതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഉപദേഷ്ടാവായിട്ട് മന്ത്രിസഭയിലോട്ടും കയറ്റുന്നു. കൃത്യമായിട്ടും ഭയങ്കര വെൽ പ്ലാൻഡ് ആയിട്ടുള്ളൊരു നീക്കം തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ഇപ്പം മമത തോറ്റു എന്ന് പറയുന്നത് കറക്റ്റായിട്ട് കൃത്യമായിട്ടും പ്ലാൻ ചെയ്ത് തോൽപ്പിച്ചത് തന്നെയാണ് അവരെ. ഇവിടുന്ന് അതിഥി തൊഴിലാളികളെയൊക്കെ മാക്സിമം എത്തിക്കാനും അവർക്കവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തോൽപ്പിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ തോൽപ്പിക്കാൻ കൂട്ടം നിന്ന ഒരാൾ തന്നെ. ഇപ്പോൾ ഫവാസ് പറഞ്ഞ കണക്കുകൾ വെച്ചിട്ടാണെങ്കിൽ കൃത്യമായിട്ടും ഇവിടുന്ന് പേര് വെട്ടിപ്പോയ ആൾക്കാരുടെയും ഈ മമത തോൽക്കാനിടയായിട്ടുള്ള മണ്ഡലങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ടും പ്ലാൻഡ് ആയിരുന്നു. ഇദ്ദേഹം അവരുടെ ചാരനായിട്ട് തന്നെയാണ് അവിടെ നിന്നത് എന്ന് പറയുന്നതിലും തെറ്റില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ ഇതേ പൊസിഷനിലിരുന്ന ഒരാളെ പിടിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ മുഖ്യ ഉപദേഷ്ടാവാകാന്ന് പറയുമ്പോൾ ഇത് കഴിഞ്ഞിറങ്ങി ഉടനെ ആകുമ്പോഴത്തേനും അത്
ക്ലിയർ ആയിട്ട് മനസ്സിലാവണം, ആൾക്കാരോട് പറഞ്ഞു വെക്കുകയാണ് ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് ഇപ്പൊ മമതയെ തോപ്പിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് BJPയുടെ ഒരു ശക്തി പ്രഭാവം കാണിക്കുന്നതായിരിക്കാം മേ ബി. ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പോലും BJP എന്ന് പറയുന്ന ഒരു പാർട്ടി ഇറക്കുന്ന പോലെ ഫണ്ട് ഇറക്കി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന വേറൊരു പാർട്ടി ഉണ്ടോ എന്നുള്ളത് അറിയില്ല. പക്ഷെ അത്രത്തോളം ഇലക്ഷൻ ഫണ്ടിങ്ങും കാര്യങ്ങളും അവരുടെ സ്റ്റാർ കാൻഡിഡേറ്റ്സിനെയാണ് കൂടുതലും അവർ കേരളത്തിലെ കാര്യം എടുത്താൽ പോലും എടുക്കുന്നത്. ഇപ്പോൾ പുറത്തേക്ക് മെയിൻ ഹൈറാർക്കിയിലുള്ളവരെയൊക്കെ പർച്ചേസ് ചെയ്യുന്നത് പോലെ തന്നെ എപ്പോഴും ഒരു സെലിബ്രിറ്റി, ഒരു സ്റ്റാർഡം ലെവൽ കീപ്പ് ചെയ്തിട്ടുള്ള ഒരു പോക്കും കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ട് തന്നെയാണ് പോകുന്നത്. എന്തായാലും ഈ പറയുന്ന പോലെ ജഡ്ജിമാരെ പോലും പർച്ചേസ് ചെയ്യാൻ കഴിവുള്ളവർക്ക് പക്ഷെ ഈ ഒരു ടൈം ഗ്യാപ്പ് കൊടുക്കാണ്ടിരുന്നത് എന്തുകൊണ്ടും ജനങ്ങളോട്, അതെ. പക്ഷെ ഈ ഡൗട്ട് തോന്നിയാൽ ആരാ ചോദിക്കാനുള്ളത്? ആരും ചോദിക്കാനും ഇല്ല, പറയാനും ഇല്ല. എന്തായാലും ഈ ഒരു വിഷയം ഈ പറഞ്ഞതുപോലെ തന്നെ കൃത്യമായിട്ടും വെൽ പ്ലാൻഡ് ആയിട്ട് അവരുടെ ആളായി നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ഇലക്ഷന് BJP അധികാരത്തിൽ എത്തിക്കാനായിട്ട് വലിയൊരു ചാരപ്പണി ചെയ്തതിൻ്റെ പ്രതിഫലമാണ് ഇപ്പോൾ ഈ പറയുന്ന ഗുപ്തയ്ക്ക് കിട്ടിയതെന്ന് തന്നെ ഉറപ്പിക്കാം നമുക്ക്. ഇത് മാത്രമല്ല, ഇപ്പോൾ പർച്ചേസിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ മറ്റേ എന്താ പറയുക, ജഡ്ജിമാരെ മാത്രമല്ല, അല്ലെങ്കിൽ IAS ഓഫീസേഴ്സിന് മാത്രമല്ല, പല ആൾക്കാരെയും ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിലെ വെസ്റ്റ് ബംഗാളിലെ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി ഈ പറഞ്ഞ പോലെ തൃണമൂലിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. BJP അഹോരാത്രം എതിരെ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. മമതാ ബാനർജിയേക്കാൾ കൂടുതൽ അറ്റാക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ് ഈ പറഞ്ഞ പോലെ ഇദ്ദേഹം. കാരണം വൺ ഓഫ് ദ ഫൗണ്ടറാണ് ഈ പാർട്ടിയുടെ. ആ നേതാവിനെയാണ് പിന്നീട് ഒരു കേസിൽ പെടുത്തുന്നു, BJP ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ആ കേസ് ഇപ്പോൾ അടുത്താണ് അവരുടെ യൂട്യൂബിൽ നിന്ന് ആ സാധനം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. സുവേന്ദു അധികാരിക്കെതിരെയുള്ള പറഞ്ഞ കാര്യങ്ങളെല്ലാം യൂട്യൂബിൽ നിന്ന് അവർ ഡിലീറ്റ് ഇപ്പോൾ എടുത്താണ് സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ. ഇത് മാത്രമല്ല, നമ്മൾ നോക്കുകയാണെങ്കിൽ തൊട്ടപ്പുറത്തുള്ള അസമിലെ ഹിമന്ത ബിശ്വ ശർമ്മ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവായിരുന്നു. കോൺഗ്രസിന്റെ അവിടുത്തെ എല്ലാമായിരുന്നു അത്. ഈ പറഞ്ഞ പോലെ അവിടുന്ന് പർച്ചേസ് ചെയ്യുന്ന അവിടുത്തെ മുഖ്യമന്ത്രിയായി കൊണ്ടുവരുന്നു. അപ്പം എവിടെയൊക്കെ BJP വളർന്നിട്ടുണ്ടോ അത് ഈ പറഞ്ഞ പോലെ പർച്ചേസിംഗ് ആണ്. MLA-മാരടക്കം ഇപ്പോൾ ശരത് പവാറിന്റെ പാർട്ടി വിഭജിക്കുന്നു, ശിവസേന വിഭജിക്കുന്നു, അതുപോലെ എന്താ പറയുക ലാലു പ്രസാദ് യാദവ് ഏറെക്കുറെ ഒരവസ്ഥയിലാണ് നിൽക്കുന്നത്. ബിജു ജനതാദൾ, ഇപ്പം ഒഡീസയിൽ നവീൻ പട്നായക്, ഇവരുടെയൊക്കെ എന്താ പറയുക, ഇവരെല്ലാം ഫേസ് ചെയ്ത സെയിം സാധനം തന്നെ. MLA-മാരെ അടർത്തിയെടുക്കുന്നു, പർച്ചേസ് ചെയ്ത് വാങ്ങുന്നു, എന്നിട്ട് ആ ഭരണമായി മുമ്പോട്ട് പോകുന്നു എന്നുള്ള സ്ട്രാറ്റജിയാണുള്ളത്.